പ്രഭു സമരനായകൻ പുഷ്പന്റെ സംസ്കാരം അല്പസമയത്തിനകം ചൊക്ലിയിലെ വീടിന് സമീപത്തുള്ള പാർട്ടിയുടെ സ്ഥലത്താണ് ചടങ്ങുകൾ നടക്കുക. ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ആംബുലൻസ് കടന്നു വരികയാണ്. സംസ്കാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പുഷ്പന്റെ ഭൗതിക ശരീരവുമായുള്ള ആംബുലൻസ് 3 സ്ഥലങ്ങളിൽ പൊതുദർശനമുണ്ടായിരുന്നു. ചൊക്ലിയിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. മുദ്രാവാക്യങ്ങളിലൂടെയാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. പുഷ്പന്റെ മൃതശരീരവുമായി കടന്നു വരുന്ന ആംബുലൻസിന് സുഖമായി കടന്നു വരാനുള്ള സൗകര്യമൊരുക്കണം. അതിന്റെ മുന്നിൽ നിൽക്കുന്ന സഖാക്കളെല്ലാവരും റോഡിന്റെ പിൻഭാഗത്തേക്ക് കുറച്ചുകൂടി മാറി നിൽക്കാനാവും. മൃതശരീരം ചെറിയോട് അടുത്തെത്തിച്ചേർന്നിരിക്കുകയാണ്. കസേരയിൽ ഇരുന്നവർക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് കാണാൻ സാധിക്കും. നേതാക്കന്മാർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ കയറി മുന്നിൽ നിൽക്കരുത്. ചുമതലപ്പെടുത്തിയ സഖാക്കൾ MP ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ചിതയിലേക്കുള്ള പ്രവേശന കവാടം സൗകര്യപ്രദമായി ആളുകൾ മാറി നിന്ന് ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചിലകളെ സഖാവ് പുഷ്പന്റെ ചേതനേറ്റ ശരീരം ചിതയിലേക്ക് എത്തിച്ചേരുകയാണ്. നേതാക്കന്മാര് സഖാവിന്റെ മൃതശരീരം ചിതയിലേക്ക് എത്തിച്ചതോടെ സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് സഖാക്കൾ അവിടെ ചുമതലപ്പെടുത്തിയവരുണ്ട്. സ്ഥലത്തെ ഏൽപ്പിക്കണം. നേതാക്കന്മാർക്ക് നിൽക്കാനുള്ള സമയത്തിലേക്ക് മാറണം. लाल सलाम लाल सलाम लाल सलाम लाल सलाम प्रिय सखाविന് लाल सलाम रेड सल्यूट പ്രിയ സഖാവിന് റെഡ് സല്യൂട്ട്. ഇല്ല ഇല്ല മരിക്കുന്നില്ല, പ്രിയ സഖാവ് മരിക്കുന്നില്ല, ജീവിക്കും
ഞങ്ങളിലൂടെ. എന്തൊരു ധീരൻ, എന്തൊരു വീരൻ, എന്തൊരു ധീരൻ, എന്തൊരു വീരൻ. കൂത്തുപറമ്പിൽ പോരാളി, പോരാളികളുടെ പോരാളി. വെടിയേറ്റെന്ന് തളർന്നപ്പോഴും ഇടറാത്തവനെ പതറാത്തവനെ, ഇടറാത്തവനെ പതറാത്തവനെ. ധീരസഖാവേ പ്രിയപുഷ്പ, ആര് പറഞ്ഞു മരിച്ചെന്ന്, ആര് പറഞ്ഞു മരിച്ചെന്ന്. പ്രിയ സഖാവ് മരിച്ചെന്ന്. ഞങ്ങളെയെല്ലാം ഉള്ളിനുള്ളിൽ, ഞങ്ങളെയെല്ലാം ഉള്ളിനുള്ളിൽ നിങ്ങളെ നക്ഷത്രം. ഒരു മിനിറ്റ് മിത്രം മുദ്രാവാക്യം നിർത്തുക. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, പ്രധാനപ്പെട്ട CPM നേതാക്കളെ, യുവ നേതാക്കളെ അടക്കം കാണാം അവരുടെ സാന്നിധ്യത്തിൽ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത്? രഞ്ജിത്ത്, സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം പൂർത്തിയാവും. ഇതിലേക്ക് അദ്ദേഹത്തിന്റെ നിർദ്ദേശം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. DYFI കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും CPMന്റെ ജില്ലാതലത്തിൽ നേതാക്കളും ചേർന്നാണ് ആംബുലൻസിൽ നിന്നും ഭൗതിക ശരീരം ചിതയിലേക്ക് മാറ്റിയത്. പാർട്ടി പതാക സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ഇവിടെ ആവേശോജ്വലമായി വൈകാരികമായി മുദ്രാവാക്യം വിളികളോടെ പുഷ്പന് ആദരവ് അർപ്പിച്ചത്. രാവിലെ മുതൽ തന്നെ നമ്മൾ പല ഇടങ്ങളിലും പൊതുദർശനത്തിൽ വെച്ച ഇടങ്ങളിലും ആംബുലൻസ് കടന്നു പോകുന്ന ഇടങ്ങളിലുമെല്ലാം ഈ സ്നേഹം ദൃശ്യമായതാണ്. പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന സാക്ഷിയായി ഏതാണ്ട് 3 പതിറ്റാണ്ടോളം ജീവിച്ച ആളാണ് പുഷ്പൻ. ഇത്തരത്തിൽ ഒരു സമരത്തിൽ പങ്കെടുത്ത് തന്റെ ജീവിതം തന്നെ ശയ്യാവലംബനായി മാറിയപ്പോഴും അതിനെതിരെ യാതൊരു അത്താരിസ്യമോ അതൃപ്തിയോ അല്ലെങ്കിൽ ഒരു കാലത്തും പ്രകടിപ്പിക്കാത്ത ഒരു നേതാവ് കൂടി ആയിരുന്നു പുഷ്പനെന്നാണ് ജിനീഷ് അടിയന്തരമായും ചിത കൊളുത്തുന്നതിന് അടുത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. ജിനീഷ്
ഇവിടെ